ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗർ റഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ബ്ലാസ്റ്റേഴ്സുമായി ചില ന്യൂസുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇവാൻ മുക്കോവനോവിച്ചിൻ്റെ പകരക്കാരനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മാർക്കസിനോട് ഒരു ചോദ്യമായി ഉയർന്നത്, ഇവാൻ മുക്കോവനോവിച്ചിൻ്റെ പകരക്കാരനെ സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ മാർക്കസ് പറഞ്ഞിരിക്കുന്നു, ഇവാൻ മുക്കോവനോവിച്ചിൻ്റെ പകരക്കാരനെ സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം, മാർക്കസിന് തന്നെ കുറച്ച് ദിവസം മുന്നത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു, ISL പരിശീലിപ്പിക്കാത്തൊരു കോച്ചായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാൻ പോകുന്ന പരിശീലകൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ നമ്മൾ വിചാരിക്കുന്നു. മിക്കവാറും ഈ മാസം തുടക്കത്തിൽ തന്നെ, സീസൺ അവസാനിക്കുന്നതോടെ തന്നെ പരിശീലകനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡിമിയുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണുള്ളതും ചോദ്യമായി വരുന്നുണ്ടായിരുന്നു. ഡിമിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഡിമിനെ കുറിച്ച് മാർക്കസ് പറഞ്ഞത്, ഡിമിക്ക് കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഓഫർ ഡിമിക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിലൊരു തീരുമാനം ഡിമി പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാണ്, ഇതുവരെ ഡിമി അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല എന്നാണ് മാർക്കസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ജീക്സിനെ കുറിച്ചും മാർക്കസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജീക്സൺ മോഹൻ ബഗാനിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കസ് പറയുന്നു, 1 വർഷത്തേക്ക് കൂടി കോൺട്രാക്റ്റ് ഉണ്ട് ജീക്സൺക്ക് എന്നുള്ളത്. പിന്നെ ഇതുവരെ ഒരു ക്ലബും ജീക്സൺക്ക് വേണ്ടി ഓഫറുമായി ആരും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത്. ഇനി നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ പ്ലെയേഴ്സ് നിൽക്കും, ഏതൊക്കെ പ്ലെയേഴ്സ് ടീം വിട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച്. ഏതായാലും ഇതുവരെ ജീക്സൺക്ക് ഒരു ഓഫറും വന്നതായിട്ട് മാർക്കസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല.